ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദ കോൾഡ് ചെയിൻ. ഓക്കെ, അത് ആ ടേമിൽ നിന്ന് നമുക്ക് എന്താണെന്നുള്ളത് അത് ഡിഫൈൻ ചെയ്യാം. കോൾഡ് ചെയിൻ. കോൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, കുറച്ച് തണുപ്പ്. അപ്പോൾ നമ്മൾ കൂടുതൽ എന്താണ് റെഫ്രിജറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതാണ് കോൾഡ്. ഇനി ചെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഒരു റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സീക്വൻസ് ആയിട്ട് വരുന്ന ഓരോ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ചെയിൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൾഡ് ചെയിൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ഇമേജ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ചില ഇൻഫെക്ഷ്യസ് ഡിസീസസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാറുണ്ട്, വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യും, വാക്സിൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്ന എവിടെ ആയിരിക്കും, ഏതെങ്കിലും ഒരു റിസർച്ച് ലാബിലായിരിക്കും, ഒരു ലാബിൽ വെച്ചിട്ടായിരിക്കും ഈ വാക്സിൻസ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് കൊമേഴ്ഷ്യലി അവരെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇതിപ്പം ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഈ വാക്സിൻസ് ആ ഒരു കൺട്രിയിലെ എല്ലായിടത്തും എത്തിക്കണം അല്ലേ. അപ്പോൾ ഈ വാക്സിൻസ് എന്ന് പറയുന്നത് ദേ ആ പ്രോട്ടീൻസ് ആണ്. ആക്ച്വലി അവരെന്താണ്, പ്രോട്ടീൻസ് ആണ് നമ്മൾ വാക്സിൻസ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ പ്രോട്ടീൻസ്, അതുപോലെ പ്രോട്ടീൻസ് മാത്രമല്ല, നമുക്ക് ലൈവായിട്ടുള്ള അറ്റനുവേറ്റഡ് മൈക്രോബ്സും ഒക്കെ നമുക്ക് എന്താണ് വാക്സിൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഈ വാക്സിൻസ് ഒരു പ്രോപ്പർ ടെമ്പറേച്ചറിൽ പ്ലേസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അത് നശിച്ചു പോകും. സോ നമ്മൾ അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത ആ ഒരു പ്ലേസിൽ നിന്ന് ഇത് ബാക്കി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലാണ് ഇത് കൊണ്ടുപോകുന്നതെങ്കിൽ എന്ത് പറ്റും, അത് നശിച്ചു പോകും അല്ലേ. നമ്മുടെ ബോഡിയിൽ അത് ഇട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഒരു കാര്യമില്ല. അപ്പം വാക്സിനായിട്ട് പോലും ആക്ട് ചെയ്യില്ല. സോ അതിനെ ആ മാനുഫാക്ചറിങ് പൊസിഷനിൽ നിന്ന് എവിടാണോ അത് കൊണ്ടെത്തിക്കുന്നത്, അതല്ലെങ്കിൽ സൈറ്റ് ഓഫ് വാക്സിനേഷനിൽ വരെ എത്തിക്കുന്നത് സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്ത് കൊണ്ടുവരണം അല്ലേ. സോ ദിസ് ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ദ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ആ മാനുഫാക്ചറിങ് ഏരിയയിൽ നിന്ന് നമ്മൾ വാക്സിൻ കളക്ട് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് എവിടാണോ ഈ വാക്സിൻ എത്തിക്കേണ്ടത് അവിടം വരെ കൊണ്ടെത്തിക്കുന്ന ആ അതിനുള്ളിലുള്ള കാര്യങ്ങളെയാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോൾഡ് ചെയിൻ എന്ന് നോക്കുന്നുണ്ട്, എന്താണ് കോൾഡ് ചെയിൻ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ വാക്സിൻസ് സ്റ്റോർ ചെയ്യുന്നത്, ഏതൊക്കെ വാക്സിൻസ് ഏതൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ അതാണ് ദ കോൾഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ കോൾഡ് ചെയിൻ എന്ന് അറിയണം. So cold chain is a system of storage and transport of vaccines at a low temperature from the manufacturer to the actual vaccination site. അപ്പോൾ ദാ മാനുഫാക്ചറിൽ നിന്ന് നമ്മൾ വാക്സിൻസ് കളക്ട് ചെയ്ത് അത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടം വരെ എത്തിക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് എന്നിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ സിസ്റ്റത്തിനെയാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കോൾഡ് മീൻസ് ഇതെന്താണ്, ഒരു ലോ ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് കോൾഡ് ചെയിൻ. ദ കോൾഡ് ചെയിൻ ഈസ് എ സിസ്റ്റം ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻസ് അറ്റ് ലോ ടെമ്പറേച്ചർ ഫ്രം ദ മാനുഫാക്ചറർ ടു ദ ആക്ച്വൽ വാക്സിനേഷൻ സൈറ്റ്. അതിനെയാണ് കോൾഡ് ചെയിൻ എന്ന് പറയാം. അപ്പോൾ ഈ കോൾഡ് ചെയിൻ എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വാക്സിൻ കൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, ഇല്ല. ആ വാക്സിൻ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ കൊള്ളില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൾഡ് ചെയിൻ സിസ്റ്റം ആവശ്യമായിട്ടുള്ളത്. സോ ദ കോൾഡ് ചെയിൻ സിസ്റ്റം ഈസ് നെസസറി ബിക്കോസ് ദ വാക്സിൻ ഫെയിലിയർ മേ ഒക്കർ ഡ്യൂ ടു ദ ഫെയിലിയർ ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് അറ്റ് സ്ട്രിക്റ്റ് ടെമ്പറേച്ചർ കൺട്രോൾ. ഒരു സ്ട്രിക്റ്റ് ടെമ്പറേച്ചർ കൺട്രോളിൽ നമ്മൾ ഈ വാക്സിൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ സ്റ്റോർ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, വാക്സിൻസ് നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കോൾഡ് ചെയിൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വെരി നെസസറി. അപ്പോൾ അത് കുറച്ച് ലോ ടെമ്പറേച്ചറിലാണ് നമ്മൾ വാക്സിൻസിനെ പ്ലേസ് ചെയ്യുന്നത്, ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തായാലും അതിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്തായാലും. ഓക്കെ, ഇനി ഒരു അതർ വേർഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ സക്സസ് ഓഫ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഈസ് ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ സപ്ലൈ ചെയിൻ സിസ്റ്റം ഫോർ ഡെലിവറി ഓഫ് വാക്സിൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് വിത്ത് എ ഫങ്ഷണൽ സിസ്റ്റം ദാറ്റ് മീറ്റ് 6 റൈറ്റ്സ് ഓഫ് സപ്ലൈ ചെയിൻ. അതായത് നമ്മൾ പറയില്ലേ, ഇപ്പോൾ പോളിയോ ആണെങ്കിൽ നമ്മൾ എന്താണ്
കംപ്ലീറ്റ്ലി ഇമ്മ്യൂണൈസ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക? ഇങ്ങനത്തെ സപ്ലൈ ചെയിൻ സിസ്റ്റത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് എന്ത് വേണം? ഈ ഒരു സിസ്റ്റം ഇറ്റ് ഷുഡ് മീറ്റ് ദ 6 rights ഓഫ് സപ്ലൈ ചെയിൻ. എന്തൊക്കെയാണ് ആ 6 rights എന്ന് പറയുന്നത്? റൈറ്റ് വാക്സിൻ ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി, അറ്റ് ദ റൈറ്റ് പ്ലേസ്, അറ്റ് ദ റൈറ്റ് ടൈം, ഇൻ ദ റൈറ്റ് കണ്ടീഷൻ. കണ്ടോ? ഇൻ ദ റൈറ്റ് കണ്ടീഷൻ ആൻഡ് അറ്റ് ദ റൈറ്റ് കോസ്റ്റ്. ഇതാണ് 6 rights ഓഫ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റൈറ്റ് വാക്സിൻ, റൈറ്റ് ടൈം, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് കണ്ടീഷൻ ആൻഡ് റൈറ്റ് കോസ്റ്റ്. ഓക്കെ, സോ ഇതിനെയാണ് 6 rights ഓഫ് സപ്ലൈ ചെയിൻ എന്ന് പറയാം. സോ ദ റൈറ്റ് വാക്സിൻ ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി, അറ്റ് ദ റൈറ്റ് പ്ലേസ്, അറ്റ് ദ റൈറ്റ് ടൈം, ഇൻ ദ റൈറ്റ് കണ്ടീഷൻ ആൻഡ് അറ്റ് ദ റൈറ്റ് കോസ്റ്റ്. അപ്പോൾ ഈ റൈറ്റ് കണ്ടീഷനാണ് നമ്മൾ എന്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക? ഈ കോൾഡ് ചെയിനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. കോൾഡ് ചെയിൻ എന്താണ്, ഏതൊക്കെ വാക്സിൻസ് ആണ് നമ്മൾ, എങ്ങനെയൊക്കെയാണ് വാക്സിൻസ് നമ്മൾ ഈ കോൾഡ് ചെയിനിൽ പ്ലേസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെൻസിറ്റിവിറ്റി ടു ഹീറ്റ് ആൻഡ് ഫ്രീസിങ്. ചില വാക്സിൻസ് എന്ന് പറയുന്നത് ഹീറ്റിന് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ഹീറ്റ് വെച്ചിട്ട് അത് ഡിനേച്ചർ ചെയ്ത് പോകും, അല്ലെങ്കിൽ ഫ്രീസിങ് ചെയ്യുന്ന സമയത്തും അത് നശിച്ചു പോകുന്ന അതുണ്ട്. അതായത് ഭയങ്കര ലോ ടെമ്പറേച്ചറിലോട്ട് പോകുമ്പോഴും. സോ അതിനെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ വാക്സിൻ ദാറ്റ് ആർ സെൻസിറ്റീവ് ടു ഫ്രീസിങ് ആൻഡ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം സബ്-സീറോ ടെമ്പറേച്ചർ. അതായത് ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള, സെൻസിറ്റീവ് ടു ഫ്രീസിങ് ആണ് ഈ കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ്? കോളറ, DTP, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, IPV. ഇറ്റ് ഈസ് ആൻ എക്സാവാലൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. DTWP ഓർ DTWP, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, അതൊരു പെൻറ്റാവാലൻ്റ് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്, HIV ലിക്വിഡ് വാക്സിൻ ഉണ്ട്, പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇതിനുള്ള വാക്സിൻ ഉണ്ട്. ഇത് ഇത്രയും എന്താണ് മെയിനായിട്ട് നമ്മൾ ഇത് ഇത്രയും, ഇനി കുറച്ചുകൂടെ ഉണ്ട്. സോ ഇത് ഇത്രയും എന്താണ്? ഫ്രീസിങ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ഫ്രീസിങ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നുള്ള എക്സാമ്പിളാണ് ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ്, IPV, ഇൻഫ്ലുവൻസ, പിന്നെ ടെറ്റനസ്, DT ആൻഡ് TD. ഓക്കെ, അത് ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും ഉള്ള വാക്സിൻസ് ആണ്, DT ആൻഡ് TD. പിന്നെ റോട്ട വൈറസ്, അത് ലിക്വിഡ് ആൻഡ് ഫ്രീസ് ഡ്രൈഡും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഫ്രീസിങ്ങിൽ സെൻസിറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാക്സിൻസ് ഒക്കെ ഉണ്ട്, ബട്ട് ഇതിനെ എങ്ങനെ കറക്റ്റായിട്ട് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത്, അതായത് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ്, ഹീറ്റ് സെൻസിറ്റിവിറ്റി ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹീറ്റ് സെൻസിറ്റിവിറ്റിയിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് തുടങ്ങി അത് ഡിക്രീസ് ചെയ്ത് ലീസ്റ്റ് സെൻസിറ്റീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രീസ് സെൻസിറ്റീവ് ആണ് ഇത് ഇത്രയും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് നോക്കിക്കേ, ഇവിടാണ് ഏറ്റവും മോസ്റ്റ് സെൻസിറ്റീവ്, ഈ ഏരിയയിലാണ് വരിക. അത് കുറഞ്ഞ് ലീസ്റ്റ് സെൻസിറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കതിനെ ഈ ഒരു 6 ഗ്രൂപ്പായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും A എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഏറ്റവും മോസ്റ്റ് സെൻസിറ്റീവിൽ വരുന്നത്. അത് ആരൊക്കെയാണ്? ഗ്രൂപ്പ് എയിൽ ഓറൽ പോളിയോ വൈറസ് ആണ് വരുന്നത്, OPV, ഓറൽ പോളിയോ വൈറസ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റിൽ വരുന്നതാണ് ഈ ഓറൽ പോളിയോ വൈറസ്, OPV. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വരുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് കുറവാണ്, അതേതാണ്? ഇൻഫ്ലുവൻസ. ഗ്രൂപ്പ് ബിയിൽ ഇൻഫ്ലുവൻസ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് സിയിലാണ് ഇത് ഇത്രയും കൂടെ വരുന്നത്. ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ്, ജാപ്പനീസ് എൻസെഫലിറ്റിസ്, മീസൽസ് റുബെല്ല ഓർ മീസൽസ് മംസ് ആൻഡ് റുബെല്ല. അതെല്ലാം ഫ്രീസ്ഡ് റൈഡ് ആണ് ഈ അടുത്ത സെൻസിറ്റീവിൽ വരിക. അപ്പം ഇത് ഏറ്റവും മോസ്റ്റ് സെൻസിറ്റീവ്, കുറച്ചും കൂടെ ലെസ് ആയിട്ട് വരുന്നത്, കുറച്ചുകൂടെ ലെസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതിങ്ങനെ തന്നെ പഠിക്കുക. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിയിൽ വരുന്ന ഏതൊക്കെയാണ്? കോളറ, DTP, ഹെപ്പറ്റൈറ്റിസ് ബി, HIV, IPV, ഹെക്സാവാലന്റ് വാക്സിൻ, പിന്നെ DTWP ഓർ DTWP, ഹെപ്പറ്റൈറ്റിസ് ബി, HIV പെൻറ്റാവാലന്റ് വാക്സിൻ, പിന്നെ HIV ലിക്വിഡ്, മീസൽസ് ഫ്രീസ് ഡ്രൈഡ്, റോട്ട വൈറസ് ലിക്വിഡ് ആൻഡ് ഫ്രീസ് ഡ്രൈഡ്, പിന്നെ റുബെല്ല ഫ്രീസ് ഡ്രൈഡ് ആൻഡ് യെല്ലോ ഫീവർ ഫ്രീസ് ഡ്രൈഡ്. ഇതാണ് ഗ്രൂപ്പ് ഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ഇയിൽ വരുന്നതാണ് ബാസിലസ് കാൽമെറ്റ് ഗോറൽ BCG വാക്സിൻ,
ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ജാപ്പനീസ് എൻസെഫലിറ്റിസ്, ടെറ്റനസ്, DT ആൻഡ് DT. ഓക്കെ, ഇത് ഇത്രയാണ് ഗ്രൂപ്പ് ഇയിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് എഫിൽ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, ഫ്രീസ് ഡ്രൈഡ്, മെനിങ്കോകോക്കൽ എ, ന്യൂമോകോക്കൽ. ഇത് ഇത്രയാണ് ഗ്രൂപ്പ് എഫ്. ഇതാണ് ലീസ്റ്റ് സെൻസിറ്റീവ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും മോസ്റ്റ് സെൻസിറ്റീവ് ഏതാണെന്ന് നന്നായിട്ട് നോക്കി വെച്ചേക്കുക, ഏറ്റവും ലീസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഈ ഇതൊരെണ്ണം അങ്ങ് പഠിച്ചാൽ മതി. ഈ ഒരു ഗ്രൂപ്പ് മാത്രം നിങ്ങൾ ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ അങ്ങ് പഠിച്ചാൽ മതി, അതാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ഇത്, ലീസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ആണ് ഇത് ഇത്രയും. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് നോക്കി വെച്ചേക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, അറ്റ് ദ ഹെൽത്ത് ഫെസിലിറ്റി ലെവൽ, യൂഷ്വലി നമ്മൾ ഹെൽത്ത് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് പോസ്റ്റ് അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഹെൽത്ത് വർക്കേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, വാക്സിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇത് നമ്മൾ മാനുഫാക്ചറിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് നമ്മൾ ഹെൽത്ത് ഫെസിലിറ്റീസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സ് വേണം ഈ വാക്സിൻസിനെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കീപ് വാക്സിൻ ഇൻ അപ്രോപ്രിയേറ്റ് വാക്സിൻ റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്. വാക്സിൻ കീപ്പ് ചെയ്യേണ്ട റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റിൽ പ്ലേസ് ചെയ്യാം, അതാണ് ഒന്നാമത്തത്. ഇനി അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മോണിറ്റർ ചെയ്യണം. So use a temperature monitoring device to ensure temperature remain between +2 degrees Celsius and +8 degrees Celsius. ഈ രണ്ട് ടെമ്പറേച്ചറിന് ഇടയിലായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നോക്കണം. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റെഫ്രിജറേറ്ററിനകത്ത് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടെമ്പറേച്ചർ മോണിറ്ററിങ് ഡിവൈസ് വെച്ചിട്ട് +1 and +8 ഇടയിലായിട്ട് ടെമ്പറേച്ചർ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഹെൽത്ത് വർക്കേഴ്സ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ സെക്ഷൻസ് നടക്കുന്ന സമയത്ത് ഈ വാക്സിൻസിനെ പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അതും നന്നായിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ കൂടെ എന്താണ്, ഒരു കൂളൻ പാക്കും കൂടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഒരു കൂളൻ പാക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് പാക്ക് ചെയ്യണം. കറക്റ്റ്ലി പാക്ക് ചെയ്തിട്ട് വേണം അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് ഇമ്മ്യൂണൈസേഷൻ സെക്ഷൻ ഫിറ്റ് എ ഫോം പാഡ് അവൈലബിൾ ആണെങ്കിൽ അതിനകത്തൊരു ഫോം പാഡ് ഫിറ്റ് ചെയ്യണം അറ്റ് ദ ടോപ്പ് ഓഫ് ദ വാക്സിൻ കാരിയർ. വാക്സിൻ കാരിയറിൻ്റെ ടോപ്പിലായിട്ടൊരു ഫോം പാഡ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, റെഫ്രിജറേറ്ററിൽ പ്ലേസ് ചെയ്യുക, പിന്നെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അത് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായിരിക്കണം, പ്രോപ്പറായിട്ടുള്ളൊരു കാരിയറിനകത്ത് വാക്സിൻ കാരിയറിനകത്ത് പ്ലേസ് ചെയ്യുക. ഇമ്മ്യൂണൈസേഷൻ സെക്ഷൻ്റെ സമയത്ത് അതിൻ്റെ ടോപ്പിലായിട്ട് വാക്സിൻ കാരിയറിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഫോം പാഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആര് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഹെൽത്ത് വർക്കേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഒരു കോൾഡ് ചെയിൻ എക്യുപ്മെൻറ്റ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, റെഫ്രിജറേറ്ററിൽ പ്ലേസ് ചെയ്യും. സ്റ്റോർ ചെയ്യുന്ന സമയത്തായാലും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ എന്താണ് അതിന് റെഫ്രിജറേറ്ററിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന എന്താണ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ സ്റ്റോറേജിൽ വരുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. അതിൽ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സോളാറിൽ വർക്ക് ചെയ്യുന്നതുണ്ട്, നോൺ ഇലക്ട്രിക്കൽ റെഫ്രിജറേറ്റർ വരുന്നുണ്ട് അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പം ഇലക്ട്രിക്കലിൽ വരുന്നതാണ് വാക്ക് ഇൻ കൂളേഴ്സ്, WIC. അടുത്തത് വാക്ക് ഇൻ ഫ്രീസർ, WIF. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റഡ്, ILR. ഡീപ്പ് ഫ്രീസർ, DF. ആൻഡ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഇത്രയാണ് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന സ്റ്റോറേജ് യൂണിറ്റ്സ്. ഏതൊക്കെയാണ്, വാക്ക് ഇൻ കൂളർ, വാക്ക് ഇൻ ഫ്രീസർ, ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ, ഡീപ്പ് ഫ്രീസർ, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഇനി സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ് സോളാർ റെഫ്രിജറേറ്റഡ് ബാറ്ററി ഡ്രൈവ്, സോളാർ റെഫ്രിജറേറ്റർ ഡയറക്റ്റ് ഡ്രൈവ്. ഇനി നോൺ ഇലക്ട്രിക്കൽ ആണ് കോൾഡ് ബോക്സും വാക്സിൻ കാരിയറും. ഓക്കെ, അതൊക്കെ സ്മോൾ എമൗണ്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് ഈ കോൾഡ് ബോക്സ് ആൻഡ് വാക്സിൻ കാരിയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, സ്റ്റോറേജിലാണ് കോൾഡ് ചെയിൻ എക്യുപ്മെൻറ്റ് രണ്ടെണ്ണമാണ് വരിക. സ്റ്റോറേജിലും ട്രാൻസ്പോർട്ടിലും എക്യുപ്മെൻറ്റ് വരുന്നുണ്ട്. സ്റ്റോറേജിൽ വരുന്നതാണ് ഇലക്ട്രിക്കൽ, സോളാർ ആൻഡ് നോൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രിക്കലിൽ വരുന്നതാണ് വർക്ക് ഇൻ കൂളർ, വർക്ക് ഇൻ ഫ്രീസർ, ഐസ് ലൈൻ റെഫ്രിജറേറ്റർ, ഡീപ്പ് ഫ്രീസർ, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. സോളാറിൽ വരുന്നതാണ് സോളാർ റെഫ്രിജറേറ്റർ ബാറ്ററി ഡ്രൈവ്, സോളാർ റെഫ്രിജറേറ്റർ ഡയറക്റ്റ് ഡ്രൈവ്. നോൺ ഇലക്ട്രിക്കലിൽ വരുന്നതാണ് കോൾഡ് ബോക്സ് ആൻഡ് വാക്സിൻ കാരിയർ. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെഫ്രിജറേറ്റഡ് വാക്സിൻ വാൻ, ഇൻസുലേറ്റഡ് വാക്സിൻ വാൻ, കോൾഡ് ബോക്സ് വാക്സിൻ കാരിയർ.
അപ്പോൾ ഇതിൽ ലാർജ് എമൗണ്ട് ഒക്കെയാണ് നമ്മൾ ഈ റെഫ്രിജറേറ്റഡ് വാക്സിൻ വാനിലും ഇൻസുലേറ്റഡ് വാക്സിൻ വാനിലും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. സ്മോൾ എമൗണ്ട് ഇപ്പോൾ നമ്മൾ വാക്സിനേഷൻ സമയത്ത് കൊണ്ടുപോകാനൊക്കെയാണ് ഈ കോൾഡ് ബോക്സും വാക്സിൻ ക്യാരിയേഴ്സും ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൾഡ് ചെയിൻ എക്യുപ്മെൻറ്റ്. ഓർക്കുക, കോൾഡ് ചെയിനിൽ നമ്മൾ മെയിനായിട്ടും സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണ് വരുന്നതെന്ന് പറഞ്ഞു. സോ സ്റ്റോറേജിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഇത് ഇത്രയാണ്. ഏതൊക്കെയാണ്? ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതുണ്ട്, സോളാർ ആൻഡ് നോൺ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കലിലുള്ളത് ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, നന്നായിട്ട് നോക്കി വെച്ചേക്കാം. വാക്ക് ഇൻ കൂളർ, വാക്ക് ഇൻ ഫ്രീസർ, ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. സോളാറിൽ സോളാർ റെഫ്രിജറേറ്റർ ബാറ്ററി ഡ്രൈവ്, സോളാർ റെഫ്രിജറേറ്റർ ഡയറക്റ്റ് ഡ്രൈവ്. പിന്നെ നോൺ ഇലക്ട്രിക്കലിൽ വരുന്നതാണ് കോൾഡ് ബോക്സ് ആൻഡ് വാക്സിൻ ക്യാരിയർ. ഇനി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് റെഫ്രിജറേറ്റഡ് വാക്സിൻ വാൻ, ഇൻസുലേറ്റഡ് വാക്സിൻ വാൻ, കോൾഡ് ബോക്സ് ആൻഡ് വാക്സിൻ ക്യാരിയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കോൾഡ് ചെയിൻ എക്യുപ്മെൻറ്റ്സ് ആണ്. അത് ആദ്യം നന്നായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ കോൾഡ് ചെയിൻ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വാക്ക് ഇൻ ഫ്രീസർ ആണ് ഫസ്റ്റ് വൺ, WIF. വാക്ക് ഇൻ ഫ്രീസർ എന്ന് പറയുന്നത് നമ്മൾ ഈ പോളി യൂറത്തേൻ ഫോം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് പാനൽ അസംബിൾഡ് കോൾഡ് റൂം വിത്ത് 2 ഐഡന്റിക്കൽ റെഫ്രിജറേഷൻ യൂണിറ്റ് ആൻഡ് എ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ സെറ്റ് ടു പ്രൊവൈഡ് ആൻ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. അപ്പം വാക്ക് ഇൻ ഫ്രീസർ എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ പോളി യൂറത്തേൻ ഫോം ആണ്, PUF. ഇൻസുലേറ്റഡ് പാനൽ അസംബിൾഡ് കോൾഡ് റൂം വിത്ത് 2 ഐഡന്റിക്കൽ റെഫ്രിജറേറ്റർ യൂണിറ്റ് കാണും. ആൻഡ് അതിൻ്റെ കൂടെ എന്തും കൂടെ കാണും? ഒരു ജനറേറ്റർ സെറ്റപ്പും കൂടെ കാണും. കാരണം കറണ്ട് പോവുകയാണെങ്കിൽ, ഇലക്ട്രിക്കലി അല്ലേ, അപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ അതിന് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു ജനറേറ്ററും കൂടെ കാണും. ഓക്കെ, അപ്പോൾ അതാണ് വാക്ക് ഇൻ ഫ്രീസറിൽ വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് കേട്ടോ. അപ്പം ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -115 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. സോ ഇറ്റ് മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ ബിറ്റ്വീൻ -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണല്ലോ. സോ അതാണ് വാക്ക് ഇൻ ഫ്രീസറിൽ വരുന്നത്, -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇത് നാഷണൽ, സ്റ്റേറ്റ്സ് ആൻഡ് റീജിയണൽ വാക്സിൻ സ്റ്റോഴ്സിലുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ വാക്ക് ഇൻ ഫ്രീസേഴ്സ്. അപ്പോൾ ഇവർ ഒരു ലാർജ് എമൗണ്ട് ഓഫ് വാക്സിൻസിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇങ്ങനത്തെ ഫ്രീസേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബൾക്ക് സ്റ്റോറേജ് ഓഫ് OPV വാക്സിൻ ആൻഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫ്രോസൺ ഐസ് പാക്ക് ഫോർ വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ. വാക്സിൻ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഐസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ OPV വാക്സിൻസിനെ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യാനും വി യൂസ് ദിസ് WIF, വാക്ക് ഇൻ ഫ്രീസേഴ്സ്. അപ്പോൾ ആദ്യം വാക്ക് ഇൻ ഫ്രീസേഴ്സ് ആണ്. ടെമ്പറേച്ചർ നോക്കി, -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇതെന്താണ്? ബൾക്ക് സ്റ്റോറേജിന് വേണ്ടിയാണ് ഈ വാക്ക് ഇൻ ഫ്രീസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം, വാക്ക് ഇൻ കൂളേഴ്സ്. വാക്ക് ഇൻ കൂളേഴ്സ്, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ, നേരത്തെ ഭയങ്കര കുറവല്ലേ, കുറച്ചും കൂടെ കൂടുതലായിരിക്കും ടെമ്പറേച്ചർ. So walk-in coolers is prefabricated modular polyurethane insulated panel assembled cold room ആയിരിക്കും. And they maintain a temperature of +2 degree Celsius to +8 degree Celsius. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആയിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെയും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാക്സിൻസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതിൽ മെയിനായിട്ടും BCG, ഹെപ്പറ്റൈറ്റിസ് B, DPT, പെൻഡാവാലന്റ്, IPV, മീസൽസ്, TT ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് വാക്ക് ഇൻ കൂളേഴ്സ്. ഓക്കെ, ആൻഡ് ദീസ് വാക്ക് ഇൻ കൂളേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ സ്റ്റോർ ഡെപ്പോ, സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ വാക്സിൻ സ്റ്റോഴ്സ്. കുറച്ചും കൂടെ നമ്മൾ മറ്റേതായിരുന്നു നാഷണൽ ലെവലിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു. ലാർജ് ബൾക്ക് എമൗണ്ട് ആണ്, കുറച്ചും കൂടെ വരുന്നതാണ്. അതിലും കുറച്ചുകൂടെ കുറവാണ് ഈ വാക്ക് ഇൻ കൂളേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് +2 ഡിഗ്രി സെൽഷ്യസ് ടു +8 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റേത് ഇത്രയാണ്, -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടെമ്പറേച്ചേഴ്സ് നന്നായിട്ട് നോക്കി വെച്ചേക്കും കേട്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇപ്പം എടുത്ത് പറഞ്ഞിട്ടുള്ള ഈ വാക്സിൻസിൻ്റെ പേരുകളും കൂടെ നോക്കി വെച്ചോളൂ. ഇനി അടുത്താണ് ഡീപ്പ് ഫ്രീസേഴ്സ്, DF, ഡീപ്പ് ഫ്രീസേഴ്സ്. ഇത് വാക്യൂം കംപ്രഷൻ സിസ്റ്റം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീസിങ് യൂണിറ്റ് ആണ് ഈ ഡീപ്പ് ഫ്രീസർ എന്ന് പറയുന്നത്. നമ്മൾ സാധാ ഈ റെഫ്രിജറേറ്റർ ഇല്ലേ, അതേപോലൊക്കെ തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുക. ദാറ്റ് ഓപ്പറേറ്റ് ഓൺ
220 വോൾട്ട് എ സിയിലായിരിക്കും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ഇൻ -15°C ടു -25°C. അപ്പോൾ ഡീപ് ഫ്രീസറിൽ ഈ -15°C ടു -25°C ആണ് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് OPV വാക്സിൻ. OPV വാക്സിൻസ് ഒരു 3 monthsലേക്കൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഡീപ് ഫ്രീസേഴ്സിൽ യൂസ് ചെയ്യാം. ഇത് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് എബോയിൽ മാത്രമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഐസ് പാക്സ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഈ ഒരു ഡീപ് ഫ്രീസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, and DF which is used for storing vaccine should not be used for the preparation of ice pack as it may increase the cabinet temperature and can be potential harmful to the vaccines. നമ്മൾ പറഞ്ഞു OPV വാക്സിൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഐസ് പാക്കിനെ ഫ്രീസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, സബ് ഡിസ്ട്രിക്ട് ലെവൽ ഒള്ളിയിൽ മാത്രം. പക്ഷേ നമ്മൾ ഈ ഡീപ് ഫ്രീസേഴ്സിനെ ഇപ്പോൾ വാക്സിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം ഒരിക്കലും നമ്മൾ ഐസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യരുത്. അങ്ങനെ വരുമ്പം ഈ ക്യാബിനറ്റിനുള്ളിലുള്ള ഇതിനുള്ളിലുള്ള ടെമ്പറേച്ചർ ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട്, വിച്ച് ക്യാൻ ഡാമേജ് ദ വാക്സിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ OPV വാക്സിൻസ് ഫോർ 3 months എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക ഡീപ് ഫ്രീസറിൽ. ഇനി അടുത്താണ് ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റഡ് ILR. അപ്പം ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഇൻ ബിറ്റ്വീൻ +2°C ടു +8°C. ആൻഡ് ഇത് നമ്മൾ ഈ ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ വാക്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. So they are used to store vaccines at district and sub-district level. അപ്പോൾ ഈ വാക്സിൻസിനെ സേഫ് ആയിട്ട് വിത്തിൻ മിനിമം ഒരു 8 hours ഒക്കെ അവർക്ക് എന്തായി ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ കീപ് വാക്സിൻ സേഫ് വിത്ത് മിനിമം 8 hours കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻ എ 24-hour പീരീഡ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 8 hours സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ആ വാക്സിൻസിനെ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ടെമ്പറേച്ചർ സോൺ അനുസരിച്ച് ഇതിനുള്ളിൽ അതിൻ്റെ ടെമ്പറേച്ചർ സോൺ അനുസരിച്ച് നമുക്ക് ILRൻ്റെ ഇൻസൈഡ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അപ്പർ പാർട്ടും അടുത്തത് ലോവർ പാർട്ടും. ഇതിലെ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരും. ഇൻ ദ മോസ്റ്റ് ഓഫ് ദ ILR മെത്തേഡ് മോഡൽസ് ലോവർ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചുകൂടെ കൂളറായിരിക്കും. അപ്പർ പാർട്ടിനേക്കാളും കുറച്ചുകൂടെ ഭയങ്കര കൂളറായിരിക്കും ലോവർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോവർ പാർട്ട് എന്തായിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും കമ്പയറിങ് ടു ദ അപ്പർ പാർട്ട്. ഓക്കെ, സോ ദ ലോവർ പാർട്ട് ഈസ് കൂളർ കമ്പയർഡ് ടു ദ അപ്പർ പാർട്ട്. ഓക്കെ, ആസ് ദ കൂളർ എയർ ഈസ് ഹെവിയർ ആൻഡ് സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ILR. എന്തുകൊണ്ടാണ് അത് കൂളർ അല്ലെങ്കിൽ അത്രയും തണുത്തിരിക്കാൻ കാരണം, കൂളർഡ് ആയിട്ടുള്ള എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹെവിയർ ആയിരിക്കും. അപ്പോൾ അത് താഴോട്ടായിരിക്കും സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലോവർ പോർഷനിൽ ഭയങ്കര തണുപ്പ് വരുന്നത്. അപ്പോൾ പോർഷൻ എന്തായിരിക്കും, കുറച്ചും കൂടെ ചൂടായിരിക്കും കമ്പയറിങ് ടു, അതായത് ലോവറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടെമ്പറേച്ചർ അപ്പറിന് കാണും. സോ അപ്പർ പാർട്ടാണ് നമ്മൾ അതുകൊണ്ട് പ്രിഫർ ചെയ്യുന്നത്. എന്തിനു വേണ്ടി, ഈ ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസിനെ പ്ലേസ് ചെയ്യാൻ. കാരണം ഇവിടെ ഭയങ്കര ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് അവർ ഫ്രീ സെൻസിറ്റീവ് വാക്സിൻസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് അപ്പർ പാർട്ടായിരിക്കും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, ഫ്രീ സെൻസിറ്റീവ് വാക്സിൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ILRൽ ഐസ് ലൈൻഡ് റെഫ്രിജറേറ്ററിൽ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്, അവിടെ അപ്പർ ആൻഡ് ലോവർ ഏരിയ വരുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ട് വരുന്നുണ്ട്. അതിൽ ലോവർ പാർട്ടാണ് കൂളറായിട്ടിരിക്കുക. ഓക്കെ, സോ നമ്മൾ ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസിനെ അപ്പർ പാർട്ടിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാക്സിൻസ് ലൈക്ക് OPV, BCG, measles and JE can be kept at the bottom of the basket. കാരണം അതൊന്നും ഫ്രീ സെൻസിറ്റീവ് അല്ലല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ പ്ലേസ് ചെയ്യാം. ഓക്കെ, താഴെ പ്ലേസ് ചെയ്യാൻ പറ്റും. വേറസ് DPT, TT, ഹെപ്പറ്റൈറ്റിസ് B, IPV ആൻഡ് പെൻറ്റാവാലന്റ് വാക്സിൻസ്, ഡയലുവൻറ്റ് ഒക്കെ നമ്മൾ എന്തായിരിക്കും അപ്പർ പാർട്ട്, ബിക്കോസ് ദേ ആർ ഫ്രീ സെൻസിറ്റീവ് വാക്സിൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ സെൻസിറ്റീവ് വാക്സിൻസ് എല്ലാം നമുക്ക് എവിടെ വെക്കാം, ഇതിൻ്റെ അപ്പർ പാർട്ടിൽ വെക്കാം. അല്ലാത്ത OPV ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ വെക്കാം. ഓക്കെ, OPV, BCG, മീസിൽസ് ഒക്കെ നമുക്ക് താഴെ വെക്കാം.
ആൻഡ് ദീസ് വാക്സിൻ ഷുഡ് നെവർ ബി കെപ്റ്റ് ഡയറക്ട്ലി ഓൺ ദ ഫ്ലോർ. അത് ഓർത്ത് വെച്ചേക്കുക. കാരണം റെഫ്രിജറേറ്ററിൻ്റെ ഫ്ലോറിലേക്ക് ഡയറക്റ്റ് വെക്കരുത്. കാരണം അതെന്ത് പറ്റും, ഫ്രീസായി പോകും. സോ ഫ്രീസായി പോയി കഴിഞ്ഞാൽ ആ വാക്സിൻ ഡാമേജ് ആവും. അതുകൊണ്ട് ഒരിക്കലും റെഫ്രിജറേറ്ററിൻ്റെ ആ ഫ്ലോറിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും പ്ലേസ് ചെയ്യരുത്. അപ്പോൾ അതാണ് ILR വരുന്നത്, ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ +2 ഡിഗ്രി സെൽഷ്യസ് ടു +8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ ഓർക്കേണ്ട പോയിന്റ് എന്താണ്, അതിൽ 2 പാർട്ട് വരുന്നുണ്ട്, അപ്പർ ആൻഡ് ലോവർ. ലോവർ ആണ് ഭയങ്കര തണുപ്പുള്ള ഏരിയ. സോ ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ഒരിക്കലും ലോവറിൽ വെക്കരുത്, അപ്പറിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. OPV, BCG, മീസൽസ്, JE ഒക്കെ നമുക്ക് എവിടെ ചെയ്യാം, ലോവറിൽ വെക്കാം. DPT, TT, ഹെപ്പറ്റൈറ്റിസ് B, IPV, പെൻഡാവാലന്റ് വാക്സിൻസ് ഇതൊക്കെ അപ്പറിലെ പ്ലേസ് ചെയ്യാവുള്ളൂ. അത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് റെഫ്രിജറേറ്ററിൻ്റെ ഫ്ലോറിലേക്ക് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള നമ്മൾ ആ സിസ്റ്റം സ്റ്റോറേജ് യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് നോക്കി വെച്ചേക്കും. ഇനി വരുന്നതാണ് ഹോൾഡ് ഓവർ ടൈം ഓഫ് ദ എക്യുപ്മെൻറ്റ്. ഹോൾഡ് ഓവർ ടൈം ഉണ്ട്, നമ്മൾ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സിലെല്ലാം ഹോൾഡ് ഓവർ ടൈം വരുന്നുണ്ട്. അതെന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കി വെച്ചേക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പവർ ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇഫ് ഒരു പവർ ഫെയിലിയർ വന്നു എന്ന് വെച്ചോളൂ, പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ടും ഇഫ് ദാറ്റ് റെഫ്രിജറേറ്ററിന് ഒരു ടൈം എടുക്കും, ദാറ്റ് ടൈം ടേക്കൺ ബൈ ദ റെഫ്രിജറേറ്റർ ഓർ ദ എക്യുപ്മെൻറ്റ് to raise the inside cabinet temperature from its temperature at the time of power cut to the maximum temperature limit of its recommended range. അതായത് നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ +2നും +8 ഡിഗ്രി സെൽഷ്യസിലേക്കും പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് ആ പവർ പോകുമ്പോൾ എന്ത് പറ്റും, അപ്പോൾ ഭയങ്കര കോൾഡായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ നിന്ന് അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ ലിമിറ്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഹോൾഡ് ഓവർ ടൈം എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ +2 to +8 എന്ന് നമ്മൾ പറഞ്ഞു റെഫ്രിജറേറ്ററിൻ്റെ. അപ്പം പവർ പോയ സമയത്ത് അത് +2 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരുന്നത്, അത്രയും തണുപ്പിലാണ് ഇരുന്നത്. പവർ പോകുമ്പോൾ എന്ത് പറ്റും, ഈ തണുപ്പ് കുറയല്ലേ, അതായത് കുറച്ചുകൂടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ ഈ ടൈമിൽ നിന്ന്, അതായത് പവർ ഫെയിലിയർ ഉണ്ടായ ടൈമിലുള്ള ടെമ്പറേച്ചറിൽ നിന്ന് ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എത്താൻ എടുക്കുന്ന, ഇത് പവർ വന്നിട്ടില്ലെങ്കിൽ അത് മാക്സിമം ഈ ടെമ്പറേച്ചർ വരെ എത്താൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് എന്തെന്ന് വിളിക്കാം, ഹോൾഡ് ഓവർ ടൈം എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ എക്യുപ്മെൻറ്റ് ടു റൈസ് ദ ഇൻസൈഡ് ക്യാബിനറ്റ് ടെമ്പറേച്ചർ ഫ്രം ഇറ്റ്സ് ടെമ്പറേച്ചർ അറ്റ് ദ ടൈം ഓഫ് പവർ കട്ട് ടു മാക്സിമം ടെമ്പറേച്ചർ ലിമിറ്റ് ഓഫ് ഇറ്റ്സ് റെക്കമെൻഡഡ് റേഞ്ച്. അതിൻ്റെ റെക്കമെൻഡഡ് റേഞ്ചിൽ മാക്സിമം ലിമിറ്റ് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് വിളിക്കാം, ഹോൾഡ് ഓവർ ടൈം എന്ന് പറയാം. അപ്പം ഹോൾഡ് ഓവർ ടൈം പല കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് അതിൻ്റെ ആംബിയൻ ടെമ്പറേച്ചർ, മോർ ദ ആംബിയൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ലെസ് വിൽ ബി ദ ഹോൾഡ് ഓവർ ടൈം. പെട്ടെന്ന് തന്നെ അവർ ആംബിയൻ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, ഒരു പെട്ടെന്ന് തന്നെ ആ മാക്സിമം ലിമിറ്റിലേക്ക് എത്തും. സോ ഹോൾഡ് ഓവർ ടൈം എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ഓക്കെ, ആംബിയൻ ടെമ്പറേച്ചർ മോർ ആണെങ്കിൽ ഹോൾഡ് ഓവർ ടൈം ലെസ് ആയിരിക്കും, അതായത് പെട്ടെന്ന് തന്നെ അവർ മാക്സിമം ലിമിറ്റിലേക്ക് എത്തും. ഇനി എത്രത്തോളം നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു, ലിഡ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുന്ന നമ്പർ കൂടുമ്പോൾ എന്ത് പറ്റും, ടെമ്പറേച്ചറും കൂടും, അതായത് പെട്ടെന്ന് അങ്ങ് ടെമ്പറേച്ചർ കൂടും. സോ ഫ്രീക്വൻസി ഓഫ് ഓപ്പണിംഗ് ഓഫ് ലിഡ് ആൻഡ് യൂസ് ഓഫ് ബാസ്ക്കറ്റ്, അതാണ് അടുത്തൊരു ഫാക്ടർ. ഇനി അടുത്ത ക്വാണ്ടിറ്റി ഓഫ് ദ വാക്സിൻസ് കെപ്റ്റ് ഇൻസൈഡ് ദ ആഡിക്വേറ്റ് സ്പേസ് ബിറ്റ്വീൻ ദ കണ്ടെയ്നേഴ്സ്. ആ കണ്ടെയ്നേഴ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ള വാക്സിൻസിൻ്റെ ക്വാണ്ടിറ്റി, അതിന് നമ്മൾ എക്യുപ്മെൻറ്റ് എംപ്റ്റി ഓർ ലോഡഡ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി കണ്ടീഷൻസ് ഓഫ് ഐസ് പാക്ക് ലൈനിങ്, ഐസ് പാക്ക് ലൈനിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഹോൾഡ് ഓവർ ടൈം ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അത് കൂടുതലാവോ കുറവാവോ ചെയ്യും. അപ്പോൾ ഹോൾഡ് ഓവർ ടൈം എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു പവർ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പവർ ഫെയിലിയറിൻ്റെ ടൈമിലുള്ള ടെമ്പറേച്ചറിൽ നിന്ന് അതിൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് ഹോൾഡ് ഓവർ ടൈം എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത റെഫ്രിജറേറ്ററിനെ പറ്റി പഠിക്കാം. അത് തന്നെ ഫ്രണ്ട് ലോഡ് റെഫ്രിജറേറ്ററാണ് ആദ്യം നമ്മൾ നോക്കുക. ഇതാണ് കൂടുതലും നമ്മൾ എല്ലായിടത്തും, അതായത് നമ്മളെ പ്രൈമറി അവിടെയൊക്കെ ഇരിക്കുന്നത് ഈ റെഫ്രിജറേറ്റർ ടൈപ്പാണ്. അത് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഫ്രണ്ട് ലോഡഡ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ആൻഡ് ഇവിടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് +22 ഡിഗ്രി സെൽഷ്യസ് ടു
+8°C ആണ്. But the holdover time and capacity to store vaccine or freeze ice pack is limited ആയിരിക്കും. ഹോൾഡ് ഓവർ ടൈം ആയാലും അതിൻ്റെ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ലാർജ് എമൗണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് ദ പ്ലേസ്മെന്റ് ഓഫ് വാക്സിൻ ഇൻ ദ റെഫ്രിജറേറ്റർ വിത്ത് ഫ്രീസർ ഓൺ ദ ടോപ്പ് ഇസ് ആസ് ഫോളോസ്. മീസൽസ്, BCG, റോട്ടാ വൈറസ് വാക്സിൻസ് ആൻഡ് OPV ആണ് നമ്മൾ ടോപ്പ് ഷെൽഫിൽ ഫ്രീസറിൽ പ്ലേസ് ചെയ്യേണ്ടത്. വേറാസ് DPT, പെൻഡാവാലൻ വാക്സിൻ, TT, IPV, ഹെപ്പറ്റൈറ്റിസ് B ഇതൊക്കെ നമ്മൾ എവിടെ വെക്കണം? മിഡിലായിട്ട് പ്ലേസ് ചെയ്യണം. ഡയലുവൻ്റ് ആണ് അതിന് താഴെയായിട്ട് വെക്കേണ്ടത്. നെക്സ്റ്റ് ടു ദ വാക്സിൻ വിത്ത് വിച്ച് ദേ ആർ സപ്ലൈഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഫ്രീസറിൽ വെക്കേണ്ടത് എന്തായിരിക്കണം? മീസൽസ്, BCG അങ്ങനത്തെ എല്ലാമാണ് നമ്മൾ ആ ടോപ്പിലായിട്ട് വെക്കേണ്ടത്. താഴോട്ട് വെക്കേണ്ടത് മിഡിൽ പോർഷനിൽ വെക്കേണ്ടത്. ഫ്രീസറിലാണ് ഇത് ഇത്രയും വെക്കുക. മിഡിലായിട്ട് വെക്കേണ്ടതാണ് ഈ TT, IPV, ഹെപ്പറ്റൈറ്റിസ് B ആ ഒക്കെ വാക്സിൻസ്. ഓക്കെ, ഇനി വരുന്നതാണ് കോൾഡ് ബോക്സസ്. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കോൾഡ് ബോക്സസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ നോൺ ഇലക്ട്രിക് ആയിട്ടുള്ള സ്റ്റോറേജിലും കോൾഡ് ബോക്സസ് വരുന്നുണ്ട്. അപ്പോൾ കോൾഡ് ബോക്സസ് എന്താണെന്നുള്ളത് നോക്കാം. കോൾഡ് ബോക്സസ് ആർ സപ്ലൈഡ് ടു ഓൾ പെരിഫറൽ സെൻറ്റേഴ്സ്. ദീസ് ആർ യൂസ്ഡ് മെയിൻലി ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാക്സിൻസ്. വാക്സിൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് വി യൂസ് ദിസ് കോൾഡ് ബോക്സസ്. അപ്പോൾ വാക്സിൻസ് നമ്മൾ കോൾഡ് ബോക്സസിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഐസ് പാക്കില്ലേ, ഫുള്ളി ഫ്രോസൺ ആയിട്ടുള്ള ഐസ് പാക്സ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യണം അതിൻ്റെ ബോട്ടത്തിലായിട്ട്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ വാക്സിൻസ് പ്ലേസ് ചെയ്യേണ്ടത്. So before the vaccines are placed in the cold boxes, fully frozen ice packs are placed at the bottom and sides. Okay, and the vaccines are first kept in the curtains or polythene bags. ഇനി ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ DPT, TD, TT വാക്സിൻസ് അല്ലേ, അതുപോലെ ഡയലുവൻറ്റ്, ഇതൊന്നും നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ ഫ്രോസൺ ഐസ് പാക്കിലേക്ക് പ്ലേസ് ചെയ്യരുത്. ഓക്കെ, കർട്ടൻസോ അല്ലെങ്കിൽ പോളിത്തീൻ ബാഗ്സോ വെച്ചിട്ട് അതിനകത്ത് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. സോ കോൾഡ് ബോക്സസ് നമ്മൾ അതെന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ കോൾഡ് ബോക്സസ് യൂസ് ചെയ്യുക. ബിഫോർ ആ വാക്സിൻ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് ഫുള്ളി ഫ്രോസൺ ആയിട്ടുള്ള ഐസ് പാക്സ് വെക്കണം. ഇനി ഇങ്ങനത്തെ വാക്സിൻസ് വെക്കുന്ന സമയത്ത് നമ്മളത് ഒരു കർട്ടൻസ് അല്ലെങ്കിൽ പോളിത്തീൻ ബാഗ്സിൽ പ്ലേസ് ചെയ്യണം. ഇനി വാക്സിൻ ക്യാരിയേഴ്സ് ആണ്. വാക്സിൻ ക്യാരിയേഴ്സ് ഇതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം വാക്സിൻ ക്യാരിയേഴ്സ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാക്സിൻസ് കൊണ്ടുപോകാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഏകദേശം ഒരു 16 to 20 വയാൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ക്യാരിയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വാക്സിൻ ക്യാരിയേഴ്സ് യൂസ് ചെയ്യുന്നത്. 4 fully frozen ice packs are used for lining the sides, and vial of DPT, DT, TT and diluent should not be placed in direct contact with the frozen ice pack. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഫ്രോസൺ ഐസ് പാക്കിലേക്ക് ഇതൊന്നും ഡയറക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യരുത്. ഇത് കർട്ടൻസ് ഓർ പോളിത്തീൻ ബാഗ്സിൽ വെച്ചിട്ട് വേണം ഇതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. ആൻഡ് ദ കാരിയർ ഷുഡ് ബി ക്ലോസ്ഡ് ടൈറ്റ്ലി. കാരിയർ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, കൂടി വരും. കാരണം ആ ഒരു ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് പിന്നെയും കൂടാൻ ചാൻസ് വരും. ഇനി ഡേ ക്യാരിയേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോൾ എമൗണ്ട് ഓഫ് വാക്സിൻസ് ക്യാരി ചെയ്യാനാണ് ഈ ഡേ ക്യാരിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. 6 to 8 വയാൽസ് മാത്രമേ അത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. 2 fully frozen packs ആണ് നമ്മളിവിടെ, അതായത് ഫ്രോസൺ ബാഗ്സ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതൽ നേരത്തേക്കിന് ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഫ്യൂ അവേഴ്സ് പീരീഡിലേക്ക് മാത്രമാണ് ഈ ഡേ ക്യാരിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെയാണ് ഐസ് പാക്ക്. ഐസ് പാക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഐസ് പാക്സ് വെച്ചിട്ട് വേണം ഇതിനകത്ത് ഇതെല്ലാം ചെയ്യാൻ അല്ലേ. അപ്പോൾ ഐസ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള പാക്കറ്റാണ്. ആൻഡ് നോ സോൾട്ട് ഷുഡ് ബി ആഡഡ് ടു ഇറ്റ്. അത് ഓർത്ത് വെച്ചിക്കുക. ഒരിക്കലും നമ്മൾ ആ പാക്കിന് മുകളിലായിട്ട് സോൾട്ട് ഇടരുത്. സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, വാട്ടർ പെട്ടെന്ന് അലിയും, ആ ഐസ് പെട്ടെന്ന് അലിഞ്ഞു പോകും. So the water should be filled up the level marked on the side. If there is any leakage, such ice pack should be discarded. അങ്ങനത്തെ ഐസ് പാക്ക് ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ ഐസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓർക്കേണ്ട കാര്യം, ആ മാർക്ക്ഡ് ലെവൽ വരെ വാട്ടർ നിറയ്ക്കണം. അതേപോലെ ലീക്ഡ് ആയിട്ടുള്ള ഐസ് പാക്ക് അപ്പോഴേ ഡിസ്കാർഡ് ചെയ്യുക. പിന്നെ സോൾട്ട് ആഡ് ചെയ്യരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. ഇനി ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക, ദ റിസ്ക് ഓഫ് കോൾഡ് ചെയിൻ ഫെയിലിയർ ഈസ് ഗ്രേറ്റസ്റ്റ് അറ്റ് സബ് സെൻറ്റർ ആൻഡ് വില്ലേജ് ലെവൽ. സബ് സെൻറ്റർ ആൻഡ് വില്ലേജ് ലെവലിലാണ് ഈ കോൾഡ് ചെയിനിൻ്റെ ഫെയിലിയർ കൂടുതലും സംഭവിക്കുക.
ഓക്കെ, ആ ഒരു പോയിന്റും ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കോൾഡ് ചെയിനകത്ത് വരുന്നത്. അതിൽ മെയിനായിട്ടും എന്താണ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് വാക്സിൻസ് ആണ്. അതായത് മാനുഫാക്ചറർ യൂണിറ്റിൽ നിന്ന് അതെവിടെയാണോ എത്തിക്കേണ്ട ആ സ്ഥലത്ത് വരെ നമ്മൾ എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഏതിലാണ് സ്റ്റോർ ചെയ്യുക, എങ്ങനെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഈ കോൾഡ് ചെയിനകത്ത് വരിക. അപ്പോൾ അതിൽ സ്റ്റോറേജ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ആൻഡ് ആ ടെമ്പറേച്ചർ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആ ടെമ്പറേച്ചർ നന്നായിട്ട് നോക്കി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിച്ചതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൾഡ് ചെയിൻ ഇൻ വാക്സിനേഷൻ പ്രോഗ്രാം? വാക്സിനേഷൻ പ്രോഗ്രാമിൽ കോൾഡ് ചെയിനിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? സോ ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് വാക്സിൻസ്, ടു എൻഷുർ വാക്സിൻസ് ആർ സ്റ്റോർഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് അണ്ടർ സ്ട്രിക്റ്റ് ടെമ്പറേച്ചർ കൺട്രോൾ, ടു റെഡ്യൂസ് വാക്സിൻ പ്രൊഡക്ഷൻ കോസ്റ്റ്, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് വാക്സിൻ ഡോസസ്. എന്താണ് ചെയ്യുക? It ensure vaccines are stored and transported under strict temperature control. Next one, which of the following vaccines is sensitive to freezing? ഇതിൽ ഏതാണ് ഫ്രീസിങ്ങിന് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ? നോക്കിയേ, BCG, റോട്ടാ വൈറസ്, മീസൽസ്, MMR. ഇതിൽ റോട്ടാ വൈറസ് ആണ്, അത് ലിക്വിഡ് റോട്ടാ വൈറസ് ആണ്, എന്തായാലും ലിക്വിഡ് വാക്സിൻസ് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. വിച്ച് വാക്സിൻസ് ആർ ഹൈലി സെൻസിറ്റീവ് ടു ലൈറ്റ്? ലൈറ്റിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ഇതിലേതിലാണ്? ഏതാണ്? ഇൻഫ്ലുവൻസ ആൻഡ് ന്യൂമോകോക്കൽ, BCG, മീസൽസ്, റുബെല്ല, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് HPV, DTWP ആൻഡ് IPV. ഇതിൽ BCG, മീസൽസ് ആൻഡ് റുബെല്ല ആണ് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മൾ ഡാർക്ക് ബോട്ടിൽസിലാണ് സ്റ്റോർ ചെയ്യുക. വാട്ട് ടെമ്പറേച്ചർ റേഞ്ച് ഈസ് മെയിൻറ്റൈൻ ഇൻ എ വാക്ക് ഇൻ ഫ്രീസർ? വാക്ക് ഇൻ ഫ്രീസറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്? വാക്ക് ഇൻ ഫ്രീസറാണ്. അപ്പോൾ എത്ര ആയിരിക്കും? +2 ഡിഗ്രി സെൽഷ്യസ് ടു +8 ഡിഗ്രി സെൽഷ്യസ്, -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്, -1 ഡിഗ്രി സെൽഷ്യസ് ടു -5 ഡിഗ്രി സെൽഷ്യസ്, +8 ഡിഗ്രി സെൽഷ്യസ് ടു +15 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ് വരിക? ഇറ്റ് ഈസ് -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്. What is the primary purpose of walk-in cooler? Walk-in coolerന്റെ primary purpose എന്താണ്? To freeze ice pack for transport, to store all UIP vaccines at +2 degree Celsius to +8 degree Celsius, to store OPV vaccine in bulk, to generate ice packs. ഇതിൽ ഏതാണ്? walk-in coolers ആണ്. അപ്പോൾ ഇതിൽ +2 degree Celsius to +8 degree Celsiusൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ walk-in coolers. What is the role of a deep freezer in the cold chain? Deep freezerന്റെ റോൾ എന്താണ്? Storing OPV vaccines for up to 6 months, freezing ice pack and storing OPV vaccine, storing freeze sensitive vaccine, protecting light sensitive vaccine. ഇതിൽ ഏതാണ് നമ്മൾ കണ്ടത്? ഡീപ് ഫ്രീസറിൽ ഫ്രീസിങ് ഐസ് പാക്ക് ആൻഡ് സ്റ്റോറിങ് OPV വാക്സിൻ ആണ് ചെയ്യുക. Why should freeze sensitive vaccine not be kept at bottom of an ILR? ഐസ്ലാൻഡ് റെഫ്രിജറേറ്ററിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീസ് സെൻസിറ്റീവ് വാക്സിനെ ലോവർ പൊസിഷനിൽ വെക്കാതെ അല്ലെങ്കിൽ ബോട്ടത്തിൽ പ്ലേസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? They require less cooling. The lower part of ILR is cooler and may freeze the vaccine. It reduces the storage capacity. It affects the temperature monitor. ഇതാണ് ലോവർ പാർട്ട് എന്ന് പറയുന്നത് കൂളറാണ്. അപ്പം ഫ്രീസ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? ഫ്രീസ് ആയിട്ട് പോവും, നശിച്ചു പോവും. What is the hold over time in cold chain equipment? കോൾഡ് ചെയിൻ എക്യുപ്മെൻറ്റിൻ്റെ ഹോൾ ഓവർ ടൈം എന്ന് വെച്ചാൽ എന്താണ്? The time taken to freeze ice pack, the time equipment maintain the recommended temperature during a power failure, the time needed to repair cold chain equipment, the storage duration for vaccine. This is the time equipment maintain the recommended temperature during a power failure. What ambient condition reduces the holdover time of cold chain equipment? Ambient conditions ഏതാണ് ഈ ഹോൾഡ് ഓവർ ടൈമിനെ റെഡ്യൂസ് ചെയ്യുന്നത്? ലോ ഹ്യൂമിഡിറ്റി, ലോ ആംബിയൻ ടെമ്പറേച്ചർ, ഹൈ ആംബിയൻ ടെമ്പറേച്ചർ, സ്റ്റേബിൾ ടെമ്പറേച്ചർ. ഹൈ ആംബിയൻ ടെമ്പറേച്ചർ വരുമ്പോഴാണ് ഈ ഹോൾഡ് ഓവർ ടൈം കുറവായിട്ട് വരിക. What is the preferred vaccine storage equipment at sub-district level? Sub-district ലെവലിൽ ഇതിൽ ഏതാണ് പ്രിഫേർഡ് സ്റ്റോറേജ് എക്യുപ്മെൻറ്റ്? ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, ഡീപ് ഫ്രീസർ, ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ, കോൾഡ് ബോക്സ്. ഏതാണ്? ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ.
What is the correct placement for diluent in domestic refrigerator? Diluent എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? In domestic refrigerator. Bottom shelf, middle shelf next to associated vaccine, top shelf near the freezer, anywhere in the refrigerator. Middle shelf next to the associated vaccine. What is the capacity of vaccine carriers typically used in ഔട്ട് ഓഫ് റീച്ച് സെക്ഷൻ? ഔട്ട് ഓഫ് റീച്ച് സെക്ഷൻസിലേക്ക് നമ്മൾ എത്ര കപ്പാസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം വാക്സിൻ വയാൽസ് ആണ് യൂസ് ചെയ്യുക? 50 to 60, 60 to 20, 6 to 8, 30 to 40. എത്രയാണ്? 60 to 20 വയാൽസ് ആണ് നമ്മൾ എടുക്കുക. Why should vaccine not be placed directly on the frozen ice pack in cold boxes? To avoid contamination, to prevent freezing damage, to ensure uniform cooling, to increase holdover time. To prevent freezing damage. What is the primary use of day carriers? Day carriers in the primary use. Transport of vaccines to regional stores, long-term vaccine storage, transport of small quantity of vaccine for nearby sections, transportation of diluent only. Transport of small vaccines for nearby sections. What is the function of ice pack in cold chain? Maintain temperature during vaccine storage, generating electricity for equipment, acting as vaccine container, preserving light sensitive vaccine. അതെന്താ ചെയ്യുക? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. Which vaccine should be stored in the lower part of an ILR? ILRൽ 2 പാർട്ടുണ്ട്. അതിലെ ലോവർ പാർട്ടിൽ നമ്മൾ എന്താ പ്ലേസ് ചെയ്യുക? ഫ്രീസ് സെൻസിറ്റീവ് വാക്സിൻ, ലൈറ്റ് സെൻസിറ്റീവ് വാക്സിൻ, OPV, BCG, മീസൽസ്, JE, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് IPV. OPV, BCG ഒക്കെയാണ് നമ്മൾ ലോവർ പാർട്ടിൽ വെക്കുക. ഫ്രീ സെൻസിറ്റീവ് ആണ് നമ്മൾ മുകളിൽ വെക്കുന്നത്. ഹൗ ഈസ് എ ഫോം പാഡ് യൂസ് ഡ്യൂറിങ് ഇമ്മ്യൂണൈസേഷൻ സെക്ഷൻ? എങ്ങനെയാണ് ഫോം പാഡ് എവിടെ വെക്കുക? ആസ് ഇൻസുലേഷൻ ഫോർ വാക്സിൻ, ടു മോണിറ്റർ ടെമ്പറേച്ചർ, ടു കവർ ദ വാക്സിൻ കാരിയർ ഫോർ ആഡഡ് പ്രൊട്ടക്ഷൻ, ടു ഹോൾഡ് ദ വാക്സിൻ ഇൻ പ്ലേസ്. ടു കവർ ദ വാക്സിൻ കാരിയർ ആണല്ലേ. വാക്സിൻ കാരിയർ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോം പാഡ് യൂസ് ചെയ്യുക. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ റേഞ്ച് മെയിൻറ്റൈൻഡ് ഇൻ കോൾഡ് ബോക്സ്? കോൾഡ് ബോക്സിൽ നമ്മൾ ഏത് ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യുക? +2 degrees Celsius to +8 degrees Celsius, -15 to -25 degrees Celsius, +10 to +20 degrees Celsius, -1 degree Celsius to +5 degrees Celsius. എത്രയാണ്? +2 degrees Celsius to +8 degree Celsius. Next one, what is the maximum holdover time for domestic refrigerator? Domestic refrigerator ന്റെ holdover time എത്രയാണ്? 24 hours, limited compared to ILRs and WICs, indefinite if unopened, equal to that of ILR. എത്ര വരിക? ലിമിറ്റഡ് ആയിട്ടാണ് വരിക കമ്പയർഡ് ടു ILR ആൻഡ് WICs. Which vaccine are typically transported in vaccine carriers? ഏത് വാക്സിൻസ് ആണ് വാക്സിൻസ് കാരിയറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക? ഫ്രീ സെൻസിറ്റീവ് വാക്സിൻ ഓൺലി, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എനി വാക്സിൻ, ലൈറ്റ് സെൻസിറ്റീവ് വാക്സിൻ ഓൺലി, OPV ആൻഡ് റോട്ടാ വൈറസ് വാക്സിൻ ഓൺലി. ഇതിലേതാണ്? സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാക്സിൻസ് ആണ് നമ്മൾ വാക്സിൻ കാരിയറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് ആൻ ഐസ് പാക്ക് ലീക്ക്? ഐസ് പാക്ക് ലീക്ക് ആയ എന്താ ചെയ്യേണ്ടത്? റീഫിൽ വിത്ത് saline solution, repair and reuse, discard immediately, freeze and reuse. Discard immediately. How should vaccines be stored in an ILR? ILRൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? Place directly on the floor, arrange tightly without gap, with adequate space between the container, stocked in multiple layers. എന്ത് കൊടുക്കുക? സ്പേസ് കൊടുത്തിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. Which vaccines are kept in the top shelf of domestic refrigerator? ടോപ്പിൽ നമ്മൾ എന്താ വെക്കുക? BCG, മീസൽസ്, OPV, റോട്ടാ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B, DPT, IPV, പെൻറ്റാവാലന്റ് ആൻഡ് ഡൈലുവന്റ്, JE ആൻഡ് IPV. BCG, മീസൽസ് ഒക്കെയാണ് നമ്മൾ മുകളിൽ വെക്കേണ്ടത്. What is the most critical point of failure in cold chain? National vaccine stores, district vaccine store, sub-center and village level, regional vaccine depot. Sub-center and village level ആണ്. What material is used for vaccine vial to protect against light? ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഗ്ലെയർ പ്ലാസ്റ്റിക്, ഡാർക്ക് ഗ്ലാസ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, അലൂമിനിയം. ഡാർക്ക് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. What type of cooling system is used in deep freezer? Vapor compression, conduction cooling, radiant cooling, evaporative cooling. വേപ്പർ കണ്ടൻസർ ആണ് നമ്മൾ കംപ്രസർ ആണ് യൂസ് ചെയ്യുന്നത്. How many frozen ice pack are used in a vaccine carrier? വാക്സിൻ കാരിയേഴ്സിൽ നമ്മൾ എത്ര എണ്ണമാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് 4 ആണ് യൂസ് ചെയ്യുന്നത്. Which equipment is used to bulk store OPV at the national level?
walk-in freezer, ice-lined refrigerator, walk-in coolers, domestic refrigerator. Bulk store of OPV, it is walk-in freezer. Which of the following is not a factor affecting holdover time? Holdover time ne affect cheyyatha oru factor. Ambient temperature, ice pack condition, number of vaccine stored, vaccine type. Vaccine type ആണ്. What is the recommended temperature for storing UIP vaccines in WIC? Walk-in cooler-ലാണ് ചോദിച്ചിരിക്കുന്നത്. +10°C to 50°C, -15 to -25°C, +2 to +8°C, -1°C to +5°C. It is +2°C to +8°C. ഇനി assertion and reason type questions ആണ്. Domestic refrigerator can maintain cabinet temperature between +2°C to +8°C. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അല്ലേ. Vaccines like measles, BCG, rotavirus vaccines and OPV vaccines are stored on the top shelf of domestic refrigerator. അത് കറക്റ്റ് ആണല്ലേ. സോ both the statement are correct. both the statement എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഇതാണ്. ഓക്കെ, അപ്പം 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബി ആർ ട്രൂ ബട്ട് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. 2 ആണ് കറക്റ്റ് ആൻസർ. കോൾഡ് ബോക്സസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് വാക്സിൻ ടു പെരിഫറൽ സെന്റേഴ്സ്. കോൾഡ് ബോക്സസ് പെരിഫറൽ സെന്റേഴ്സിലേക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാനാണെന്നും വാക്സിൻസ് ആർ പ്ലേസ്ഡ് ഡയറക്ട്ലി ഓൺ ഫ്രോസൺ ഐസ് പാക്ക് ഇൻസൈഡ് ദ കോൾഡ് ബോക്സസ്. അപ്പോൾ ഇതിലെ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ്? കോൾഡ് ബോക്സസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? പെരിഫറൽ സെന്റേഴ്സിന് വേണ്ടിയാണ്. ബട്ട് വാക്സിൻസ് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള ഐസ് പാക്കിലാണോ യൂസ് ചെയ്യുക? അല്ല, നമ്മളത് കർട്ടൻസ് ഓർ പോളി തിന്നലായിട്ട് കവർ ചെയ്തായിരിക്കും യൂസ് ചെയ്യുക. അപ്പം എ ഇസ് ട്രൂ, ആർ ഇസ് ഫോൾസ്. ഐസ് പാക്ക് യൂസ്ഡ് ഇൻ വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ ഷുഡ് നോട്ട് ഹാവ് ആഡഡ് സോൾട്ട്. അത് കറക്റ്റ് ആണ്. Salt can lower the freezing point, making the ice pack less effective for maintaining temperature. The correct statement ആണ്, correct explanation ആണ്. DPT, TT and IPV vaccines should be stored on the middle shelf of domestic refrigerator. These vaccines are freeze sensitive and should not be kept in the freezer compartment. അത് correct ആണല്ലേ. So correct explanation ആണ്. Cold boxes are used to store vaccines at the top sub-center level for long-term storage. Cold boxes maintain a constant temperature range of +2°C to +8°C over extended period. കോൾഡ് ബോക്സസ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. സോ എ ഈസ് ഫോൾസ് ആൻഡ് ബി ഈസ് ട്രൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോൾഡ് ചെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. കോൾഡ് ചെയിനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആ കോൾഡ് ചെയിനിലുള്ള സ്റ്റോറേജിൽ വരുന്ന ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവിടുത്തെ ടെമ്പറേച്ചർ, ഇപ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സുകളും. പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 ഉള്ളൂ അല്ലേ. അപ്പോൾ അത് എന്താണെന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോൾഡ് ചെയിനിൽ നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. Thank you everyone.